യേശുക്രിസ്തുവിനെ അടുത്തറിയുക എന്നുള്ള വിഷയത്തിൽ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മൾ നടത്തുന്ന സമർപ്പണം ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന സമർപ്പണമാണ്. ഇന്നത്തെ വിഷയമായി നമുക്ക് ലഭിക്കുക യേശു സമഗ്ര വിമോചകൻ എന്നുള്ളതാണ്. ഇന്ന് നാം പ്രത്യേകമായി വിചിന്തനം ചെയ്യുക ക്രിസ്ത്യാനുകരണം 2-ാമത്തെ പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു ഭാഗം ഇങ്ങനെയാണ്: സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന കുരിശിനെ എടുക്കുവാൻ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? കുരിശിലാണ് രക്ഷ, അതിലാണ് ജീവൻ. നമ്മുടെ സകല ശത്രുക്കൾക്കുമെതിരായ സംരക്ഷണം കുരിശിലാണ്. സ്വർഗീയ മാധുര്യം നമ്മിലേക്ക് ഒഴുകുന്നത് കുരിശിലൂടെയാണ്. മനസ്സിൻ്റെ ശക്തിയും അതിലാണ്. ആത്മാവിലുള്ള ആനന്ദവും പുണ്യങ്ങളുടെ വിളനിലവും വിശുദ്ധിയുടെ പൂർണ്ണതയും കുരിശിലാണ്. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിലൂടെയാണ് നമുക്ക് ഒരു വലിയ വിമോചനം ലഭിച്ചത്. യേശു അരുളി ചെയ്തു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനത്തിലേക്ക് നയിക്കുവാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4:18 നമ്മൾ വായിക്കുക. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് 1 തിമോത്തി 1:15 നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ ഈശോ വന്നിരിക്കുന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സമഗ്ര വിമോചനം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ മേൽ നമുക്കുണ്ടായിരുന്ന അടിമത്തത്തിൽ നമ്മളെ മോചിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പരമപ്രധാനമായ കാര്യം. ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് പിശാചിനെ തോൽപ്പിക്കുവാനും മരണത്തിൻ്റെ മേൽ എന്നേക്കുമായിട്ടുള്ള വിജയം കണ്ടെത്താനുമാണ്. പാപം നമ്മളെ മരണത്തിലേക്ക് നയിക്കുമെന്ന് ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കണ്ടു. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ആത്മാവിൽ സംഭവിക്കുന്ന മരണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾക്ക് വിടുതൽ പ്രാർത്ഥനകളൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മൾ അതിനുള്ള അച്ഛന്മാരെ തേടി കണ്ടുപിടിക്കും. എവിടെയെങ്കിലും ഡെലിവറൻസ് ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പോയി നിന്ന് ഒരു കൈവപ്പോ ഒരു പ്രാർത്ഥനയോ കിട്ടുന്നത് വലിയ താല്പര്യമാണ്. എന്തിനാണ് നമ്മൾ വിടുതൽ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പിശാച് കൈവച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുകയും നമ്മൾ അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നത് എപ്പോഴാണ്? യേശു സമഗ്ര വിമോചകൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് തരത്തിലുള്ള വിമോചനമാണ് വേണ്ടത്? എന്തോ പ്രശ്നമുണ്ട്, കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല, ജോലിക്ക് വലിയ തടസ്സം, കച്ചവടം നടത്തിയിട്ട് അത് മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്നില്ല, നമ്മുടെ ബിൽഡിങ് പണിതിട്ടിട്ട് അതെടുക്കാൻ ആൾക്കാരങ്ങ് വരുന്നില്ല, നമ്മളുടെ വസ്തു ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങ് വിറ്റ് പോകുന്നില്ല, എന്തോ ഒരു തടസ്സമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചുരുങ്ങിയ കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒരു കാര്യം നിയോഗമായിട്ട് പറയുന്നത്. അച്ഛാ, ഒരു പ്രാർത്ഥനാ നിയോഗമുണ്ട്, എൻ്റെ ആത്മാവിന് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഏതെങ്കിലും തരത്തിൽ പിശാച് ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതിന് വേണ്ടി പരിശുദ്ധ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ആത്മരക്ഷ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു നിയോഗമായി ഞങ്ങളെല്ലാ ബലിയിലും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പറയുന്ന
കുടുംബങ്ങളോ വ്യക്തികളോ ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു നിയോഗമെന്ന് പറയുമ്പോൾ, ഒരു പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ, ഏറ്റവും പരമപ്രധാനമായി ഈശോ എന്തിനാണോ വന്നത്, അവിടുന്ന് നമ്മൾക്ക് പിശാചിൽ നിന്ന് മോചനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ലോക ജീവിതത്തിലെ ഭൗമികവും ഭൗതികവുമായ കാര്യങ്ങളെ സുസ്ഥിരമാക്കുവാനും വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഈ ഡെലിവറൻസിനെ പോലും കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കൃത്യമായി ഒരു വര വരച്ച് നമ്മളോട് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ഇടത്ത് സൈഡിലോ അല്ലെ വലത്ത് സൈഡിലോ നിൽക്ക്. കാരണം സ്വർഗത്തിന് രണ്ട് കാറ്റഗറിയേ ഉള്ളൂ. ഒന്ന് ജഡികൻ, ഒന്ന് ആത്മീയൻ. നമ്മൾ കർത്താവ് നമ്മളെ വിമോചിപ്പിക്കാനായി വരുമ്പോൾ, അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ജഡികരായി നിന്ന് ഈ രക്ഷ സ്വീകരിക്കാം എന്ന് കരുതണ്ട. അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:12-13 ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മീയനായ വ്യക്തി ഗലാത്യ 5:25 യേശുക്രിസ്തുവിനുള്ളവൻ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളെയും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനുള്ളവൻ. നമ്മളുടെ ഇത് കൃത്യമായ വചനത്തിൽ വീണ്ടും 1 കൊരിന്തോസ് 15:47 എന്താണ് ജഡികൻ എന്ന് പറയുന്നു. 1 കൊരിന്തോസ് 15:49 ആത്മീയരാരാണെന്ന് പറയുന്നു. റോമ 8:5 ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. റോമ 8:5 ആത്മീയമായി ജീവിക്കുന്നവൻ അത്രേ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. അങ്ങനെ കൃത്യമായി കാറ്റഗറി ചെയ്ത് സ്വർഗം വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പോരാട്ടമാണ്. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. യേശു സമഗ്ര വിമോചകൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പമ്മിക്കൂടി പിശാചുമായി ഇങ്ങനെ ഐക്യപ്പെട്ട് പിശാചിനും കൂടെ ഒരു ഇടം കൊടുത്ത് ഇതിന് മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടെന്ന് വിചാരിക്കണ്ട. നമ്മുടെ സമർപ്പണത്തിൽ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടെന്ന് വിചാരിക്കണ്ട. കുറച്ച് സമർപ്പണം, ഏറെക്കുറെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാൽ പ്രശ്നമാണെന്ന് പറയുകയില്ല, നന്നായി എന്നും പറയല. ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് വലിയ പ്രശ്നമില്ലാതെ കുഴപ്പമില്ല, നടുക്കൂടെ ഒരു പോക്ക്. ആത്മീയതയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഒന്നെങ്കിൽ അവൻ്റെ കൂടെ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ അല്ല. ഒരു സമ്പൂർണ്ണ സമർപ്പണത്തെ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ സമഗ്ര വിമോചകനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഒരു വിമോചനം നേടണമെങ്കിൽ അതിനകത്ത് നമ്മളൊരു നിലപാടെടുക്കണം. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നതോടൊപ്പം പലരും പറയുന്നൊരു കാര്യമാണ്, വിശുദ്ധി ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിശാചിനെ എതിർക്കാൻ പറ്റത്തുള്ളൂ. വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവനെ എതിർക്കാൻ പോകുന്നില്ല, എനിക്ക് വിശുദ്ധിയില്ല. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയല്ലേ, ആ ഒരു പരിശ്രമം നടത്താൻ വേണ്ടിയല്ലേ നമുക്കൊരമ്മയുള്ളത്. നമ്മൾ ഈ പരിശ്രമം എല്ലാം നിർത്തി സിസ്റ്റം ഓഫ് ചെയ്ത് സ്വിച്ച് ഊരിയിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്യുക. നമ്മൾ പരിശ്രമം നടത്തണ്ടേ ആത്മീയ ജീവിതത്തിൽ? നമ്മൾ കർത്താവ് നമ്മുടെ സമഗ്ര വിമോചകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വിമോചനം നമ്മൾ നേടണ്ടേ? ആത്മാവിൻ്റെ രക്ഷ വേണ്ടേ? നമ്മുടെ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, അതാണോ പ്രശ്നം? വീട്ടിൽ വഴക്കുണ്ടാകുന്നതിന് ആധാരമായി നിൻ്റെയും നിൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആത്മാവിനെ കീഴടക്കിയിരിക്കുന്ന ഒരു വെറുപ്പിൻ്റെയും ഒരു പ്രതികാരത്തിൻ്റെയും അടക്കമില്ലാത്ത സംസാരത്തിൻ്റെയും അരൂപിയുടെ മേൽ ഒരാധിപത്യം വേണ്ടേ? നമ്മൾ പ്രശ്ന കാരണങ്ങളെ, ശിഷ്യന്മാരിങ്ങനെ വഞ്ചിയുടെ അകത്ത് കിടന്ന് നിലവിളിച്ചു. കർത്താവ് അമരത്ത് പത്രോസിൻ്റെ തലേണയും വെച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഉറങ്ങിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഉറക്കം നടിച്ചല്ലേ കിടക്കാൻ പറ്റും. അത്രമാത്രം കാറ്റിളകി ഇങ്ങനെ കോളിളകി ഇങ്ങനെ നിൽക്കുന്ന സമയം ശിഷ്യന്മാർ നിലവിളിച്ചു, കർത്താവേ ഞങ്ങളിതാ മുങ്ങി മരിക്കാൻ പോകുന്നു, തിര ഞങ്ങളെ മുക്കാൻ പോകുന്നു, തിര അടിച്ചു കയറുക. അപ്പോൾ കർത്താവ് ചെയ്തത് എന്താ? അവൻ കാറ്റിനെ ശാസിച്ചു,
കടലിനോട് കൽപ്പിച്ചു ശാന്തമാകാൻ. കാരണം ഈ തിരയുണ്ടാക്കുന്നത് കാറ്റാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തികളെ കാണാം, ഈ വ്യക്തി ശരിയല്ല, എൻ്റെ കുടുംബത്തിലുള്ള ഈ വ്യക്തി ശരിയല്ല. ശരിക്കും നമ്മൾ വിമോചനം നേടേണ്ടത് ഈ പറയുന്ന ഒരു അരൂപിയുടെ മേലെയാണ്. വ്യക്തികൾ ശരിയല്ലാത്തത് കൊണ്ടല്ല. ഈശോയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏത് വ്യക്തിയാണ് ശരിയല്ലാത്തതുള്ളത്? ഏത് ആത്മാവാ തിന്മയായി സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ അവിടുത്തെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ എങ്ങനെയാണ് ശരിയല്ലാതെ വരിക? ഇത് പിൽക്കാലത്ത് നമ്മൾ എന്തിനോടാണോ അനുരൂപപ്പെടുന്നത് അവിടെയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മുടെ ഒരു വിമോചനം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഒരു പോരാട്ടം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 4:1 മരുഭൂമിയിലെ പരീക്ഷയാണ് നമ്മൾ കാണുക. മത്തായി 4:2 യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു, അപ്പോൾ അവന് വിശന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിന് ഒരു വിശപ്പുണ്ടാവുകയാണ്. അവൻ്റെ മനുഷ്യത്വത്തിൽ അവനൊരാവശ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ 3 പ്രലോഭനങ്ങൾ അവൻ്റെ നേരെ വരികയാണ്. ഒന്ന്, നീ കല്ലിനെ അപ്പമാക്ക്. അപ്പോൾ വീഴിക്കാൻ പറ്റിയ സാധനം എന്താണെന്ന് പിശാചിനറിയാം. നമ്മളെ ഇങ്ങനെ അടിമപ്പെടുത്താൻ, ഈശോയെ അടിമപ്പെടുത്തുവാനുള്ള അവൻ്റെ വലിയ പരിശ്രമം അവൻ ചെയ്തത്. കാരണം അപ്പത്തിന് അടിമപ്പെടുത്താൻ, ഭക്ഷണത്തിന്, ജഡത്തിൻ്റെ താല്പര്യത്തിന് എങ്ങനെ അടിമപ്പെടുത്തണം. നീ ഇവിടുന്ന് ചാട്, ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പ്രശസ്തി. നമുക്ക് അല്ലേ, നമ്മുടെ പേരാണ്, നമ്മുടെ അഭിമാനത്തിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പട്ടിണി വേണേൽ കിടക്കാം, പ്രശ്നമല്ല. അതിനകത്ത് നമ്മളെ അടിമപ്പെടുത്തുക. നമ്മുടെ പാരമ്പര്യം, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ആ കാര്യം, നമ്മുടെ ഒരു മഹത്വം, അതെപ്പോഴും നമ്മളിങ്ങനെ വിളങ്ങി മയിൽ പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ ഇങ്ങനെ മയിലാട്ടെന്ന് പറയുന്ന മാതിരി പീക്കോക്ക് ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി നമ്മളിങ്ങനെ എല്ലാവരും വരുന്നവരും നമ്മളെ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയണം. അങ്ങനെയുള്ള ശുശ്രൂഷകൾ പോലും ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു പിശാച് നമ്മളെ അടിമപ്പെടുത്താനുള്ള. മറ്റൊന്ന് മത്തായിയുടെ സുവിശേഷം 4:8 ഈശോയെ അവൻ്റെ അടിമയാക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും കാണിച്ചു കൊടുക്കുക. ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും മഹത്വവും അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് എന്നെ ആരാധിക്കാം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 4:10 നമ്മൾ കാണുന്നു, യേശു കൽപ്പിച്ചു, സാത്താനേ നീ ദൂരെ പോവുക. അധികാരമുള്ള തമ്പുരാൻ. പ്രിയപ്പെട്ടവരെ, ഒരു സെൽഫ് ഡെലിവറൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പിശാച് ആധിപത്യം പുലർത്താനായി പരിശ്രമിക്കുമ്പോൾ സമഗ്ര വിമോചകനായ യേശുവിൻ്റെ കൃപയും അവൻ്റെ സാന്നിധ്യവും അവൻ്റെ കരുത്തും നിങ്ങൾക്ക് സംലഭ്യമാകുമ്പോൾ തന്നെയും നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്താൽ നിങ്ങൾ പിശാചിന് ഇടം കൊടുത്താൽ തമ്പുരാൻ എങ്ങനെ പ്രവർത്തിക്കും? നമ്മൾ വ്യക്തിപരമായി സാത്താനെ ദൂരെ പോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഡെലിവറൻസ് നടത്താൻ വലിയ ഭൂതോച്ചാടന വരവൊന്നും വേണ്ട. നമ്മുടെ മേൽ അവൻ കൈവച്ച നമുക്ക് പറയാം, നീ പോയി പണി നോക്കടാന്ന്. കാരണം സകലത്തിൻ്റെയും മേൽ ദൈവം അവന് അധികാരം കൊടുത്തു. ഉൽപ്പത്തി 1:26 നമ്മൾ കാണുക, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമിയിലെ മുഴുവൻ്റെയും ഭൂമി ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനെങ്കിലും അടിമയായി കിടക്കാനല്ല. മനുഷ്യ അടിമയായതുകൊണ്ടാണ് സമഗ്ര വിമോചകനായി ഈശോ വരിക. അഡിക്ഷൻ, ഒരു ബന്ധത്തിലായിക്കോട്ടെ, ഭക്ഷണത്തിലായിക്കോട്ടെ, നമ്മുടെ സ്വത്തുവകകളുടെ മേലായിക്കോട്ടെ, എപ്പോഴാണോ ഒരു കാര്യം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നത് അതിന് അഡിക്ഷൻ എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ വൈകാരിക തലത്തിലായിരിക്കും. സ്നേഹത്തിനു വേണ്ടി ഭയങ്കര പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നടപ്പാ. നമുക്കൊരു ദൈവമുണ്ട്. തമ്പുരാൻ്റെ സ്നേഹം നമ്മളെ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അത് നമ്മളെ പൊതിയുന്നുണ്ട്. ഈ ഒരു ബോധ്യമൊന്നും ഇല്ലാതെ ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചിട്ട് വേണം എനിക്ക് ഇന്നത്തെ ദിവസം സങ്കടപ്പെട്ട് നടക്കാനെന്ന് വിചാരിച്ച് പ്രഭാതം തുടങ്ങുന്ന ആൾക്കാരുകളുണ്ട്. മറ്റുള്ളവരെ ഇങ്ങനെ ചാരി സങ്കടപ്പെട്ട് വേദനിച്ച്. ഇത് ഒരു അഡിക്ഷനാണ്. നമുക്കിങ്ങനെ നല്ലത് കേട്ടോണ്ടിരിക്കണം, നമ്മളെക്കുറിച്ച് പ്രശസ്തി,
മറ്റുള്ളവർ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു ശീലമായി പോയി, അത് കേട്ടില്ലെങ്കിൽ പ്രാന്ത് പിടിക്കും. അതുപോലെ മറ്റോരോ സാധനങ്ങൾ, എന്തെങ്കിലും സബ്സ്റ്റൻസ് ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കർത്താവ് സത്യത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക്, ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 നമുക്ക് നൽകിയത് സകലത്തിൻ്റെ മേൽ ആധിപത്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ സകലതും മനുഷ്യൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു അടയാളം സംഭവിക്കുകയാണ്, ഒരു കാര്യം സംഭവിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായി തിന്മയുടെ ഒരു സ്വാധീനത്തിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ ഇത് പറഞ്ഞു വഷളാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 24:3 നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഈശോയുടെ മറുപടി ഇങ്ങനെയാണ്, പുനരാഗമനത്തിൻ്റെ അടയാളം ഇതാണ്: 1, വിശ്വാസത്തിൽ നിന്നുള്ള വഴിപിഴയ്ക്കൽ; 2, യുദ്ധങ്ങൾ, വലിയ ഭിന്നിപ്പ്, ഐക്യം ഉണ്ടാവില്ല; 3, ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധിയും, മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതുപോലെ പ്രകൃതി മനുഷ്യനെതിരാകും; 4, കഠോരമായ പീഡനങ്ങൾ; 5, സ്നേഹം തണുത്തുപോകും. അവനവൻ്റെ കാര്യം നോക്കി പോകും. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുത്തൻ്റെ പെടലിയെ ചവിട്ടിയാലേ അടുത്തവന് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടും. മറ്റൊരുത്തനോട് സ്നേഹമില്ല, തോന്നുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരിൽ പലരും പറയുന്നതാണ്, മക്കളോട് പോലും സ്നേഹം തോന്നുന്നില്ല, എൻ്റെ ചങ്കിനകത്തില്ല, തണുത്തുപോയി, ഉറഞ്ഞുപോയി, സ്നേഹമില്ല. 6, വിനാശത്തിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അച്ഛൻ വിവരിക്കുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ വചനം നിങ്ങൾ മനസ്സിലാക്കണം. ദാനിയേൽ 9:27 ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും, ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിയിരിക്കുന്നു. 2 തെസ്സലോനിക്ക 2:3-4 ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷനാവുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. നമ്മൾ ഈ അന്ത്യക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് തിയോളജി ക്ലാസ്സിൽ ഞങ്ങൾ സംശയം ചോദിച്ചപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ പറഞ്ഞതാണ്. അതായത് ഈ തിന്മകളുടെ ഒരു വലിയ ഒരു എന്നാ പറയുക, ഒരു വലിയ ഒരു അലയാഴി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ലേ? ഇതാണ് ശരിക്കും അന്ത്യക്രിസ്തു എന്ന് പറയുക. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം മാറ്റപ്പെടുക. അവിടെ വ്യക്തികളാകാം, പ്രസ്ഥാനങ്ങളാകാം, മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾ, തമ്പുരാനെ മറന്നുകൊണ്ടുള്ള പരിപാടികൾ. ഇത് പിശാചിൻ്റെ ആധിപത്യം വരുന്ന ചില ലക്ഷണങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്നതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് മരിയൻ സമർപ്പണത്തിലൂടെ നമ്മുടെ ജീവിതം ഏറ്റെടുക്കുന്ന ഈശോ മുമ്പ് നാം സ്വയം ശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത ദുശീലങ്ങളിലും നമ്മെ പൂർണ്ണമായി സ്വതന്ത്രമാക്കും. നമ്മൾ എവിടെയൊക്കെയാണോ ഇങ്ങനെ കെണിഞ്ഞു കിടക്കുന്നത് അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സത്യത്തിൽ ഈ പറഞ്ഞ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് വരേണ്ടുന്ന അടയാളങ്ങളെല്ലാം നമ്മൾ കാണുന്നൊരു കാലമാണ്. തിന്മ അതിൻ്റെ സ്വർഗത്തിൻ്റെ അനുവാദത്തോടു കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മുടെ വിശ്വാസത്തെ മാറ്റിരിച്ച് നോക്കുന്ന സമയമാണ്. നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇങ്ങനെ കിടക്കുക. ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹപൂർവ്വം നമ്മൾ തിരഞ്ഞെടുക്കണം ദൈവം ആഗ്രഹിക്കുക. അതിനിടയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഒരു മാണിക്യം പോലെ, ഒരു സ്ഫടികം പോലെ, ഒരു മുത്തുപോലെ നമ്മളെ ആകർഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ഇങ്ങനെ തട്ടി പ്രതിഫലിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്താൽ ആകർഷിക്കപ്പെട്ടു വന്നിരിക്കുന്ന സ്വർഗത്തിന് പ്രിയപ്പെട്ട മകനെ, മകളെ, ഇപ്പോൾ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ സ്വർഗത്തിൻ്റെ
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നിനക്ക് ഈ ദിവസങ്ങളിൽ സംബന്ധിക്കാൻ സാധിച്ചത്. സത്യമായും നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ഈ തിന്മയുടെ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ചില പദ്ധതികൾ നിന്നിലൂടെ സ്വർഗം ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നീ സമർപ്പണത്തിൻ്റെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുക. ഈശോയുടെ പരിശുദ്ധ ഹൃദയം നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. വലിയ കൃപകളാൽ യഥാർത്ഥ മോചനം, സമഗ്ര വിമോചകനായ ഈശോ നിന്റെ ആത്മാവ് നിനക്ക് തരും. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനോ ദുർഭകനായ മനുഷ്യനെന്ന് സങ്കടപ്പെട്ട ഇടങ്ങളിൽ ദൈവം നിന്നെ ബലശാലിയാക്കി നിർത്തും. തിന്മകളുടെ മേൽ നിനക്ക് ആധിപത്യം തരും. സ്വർഗത്തിനു വേണ്ടി സ്വർഗത്തിൽ എണ്ണപ്പെടുന്ന ഒരു വ്യക്തിയായി നിന്റെ ജീവിതം സ്വർഗം മാറ്റും. യഥാർത്ഥ മരിയഭക്തി 50-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, ക്രിസ്തു തൻ്റെ പ്രഥമ ആഗമനത്തിന് ഒരു മാർഗം സ്വീകരിച്ചു. അതാണ് മറിയം. അവിടുത്തെ രണ്ടാം ആഗമനത്തിനും അതേ മാർഗമായിരിക്കും അവിടുന്ന് സ്വീകരിക്കുക. അത് മറ്റൊരു ഭാവത്തിലാണെന്ന് മാത്രം. ക്രിസ്തുവിനെ സമീപിക്കാനും അവിടുത്തെ പൂർണ്ണമായി കണ്ടെത്താനുമുള്ള സുനിശ്ചിതവും പരിശുദ്ധവും സുഗമവും ഋജുവുമായ മാർഗമാണ് മറിയം. വിശുദ്ധിയിൽ വളരേണ്ടവർ അവൾ വഴി വേണം ക്രിസ്തുവിനെ സമീപിക്കാൻ. മറിയത്തെ കണ്ടെത്തുന്നവർ ജീവൻ കണ്ടെത്തുന്നു. അതെ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ കണ്ടെത്തുന്നു. പക്ഷെ മറിയത്തെ അന്വേഷിക്കാതെ കണ്ടെത്തുക സാധ്യമല്ല. എന്നാൽ അറിയപ്പെടാത്തവയെ ആരും അന്വേഷിക്കാറില്ലല്ലോ. കാരണം ആരും അറിയാത്ത ഒന്നിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാത്ത ഒന്നിനെ തേടി പുറപ്പെടുകയോ ചെയ്യാറില്ല. ആകയാൽ പരിശുദ്ധ ത്രിത്വം കൂടുതൽ അറിയപ്പെടാനും മഹത്വപ്പെടാനും മറിയം പൂർവാധികം അറിയപ്പെടണം. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ
എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്ദോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത് ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദരിദ്രരുടെ പിതാവായ
ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കൈത്താളമേളത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കൈത്താളമേളത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മാലാഖമാരോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വിശുദ്ധരോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മാലാഖമാരോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കൈത്താളമേളത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വർഗത്തിന്റെ സ്തുതികളോട് ചേർന്ന് നമുക്ക് എങ്ങനെയൊക്കെ കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. ഹൃദയം തുറന്ന് വലിയ സന്തോഷത്തോടെ, മലാഖമാരുടെ സാന്നിധ്യം, വലിയ സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കളുടെ ബോധ്യത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. മേരി മാതാവിനൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യൗസേപ്പ് പിതാവിനൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മേരി മാതാവിനൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യോസേപ്പ് പിതാവിനൊപ്പം നമുക്ക് ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോ, കൈത്താളമേളത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വർഗം മുഴുവനും പരിശുദ്ധൻ 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 എന്ന് എപ്പോഴും മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നത്. നമ്മൾക്കും സ്വർഗത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് മഹോന്നതനാകുന്നു, സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടാവ് നീയാകുന്നു. ദൈവമേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ചുവടോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദാവീദ് നൃത്തം ചെയ്ത പോലെ വാദ്യഘോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മിറിയാം ദൈവത്തെ സ്തുതിച്ചതുപോലെ, ചുവടോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മോശ കർത്താവിനെ സ്തുതിച്ചതുപോലെ, വാദ്യഘോഷത്തോടെ നമുക്ക് ദൈവത്തെ സക്കറിയ സ്തുതിച്ചതുപോലെ, ഹല്ലേലൂയ പാടി നമുക്ക് ദൈവത്തെ പരിശുദ്ധ ആരാധിക്കാം. അമ്മ സ്തുതിച്ചതുപോലെ, കൈത്താളമേളത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മാലാഖമാരോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വിശുദ്ധരോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിക്കുകയും യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ മാലാഖമാരോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു യേശുവേ ഹല്ലേലൂയ 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 സ്തുതിച്ചേ യേശുവേ നന്ദി സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന സ്തുതി 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 സ്തുതിക്കുന്നു 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 യേശുവേ ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനം. ഈശോ ആരാണെന്ന് ഈശോ തന്നെ ലോകസമക്ഷം വെളിപ്പെടുത്തുന്ന പരിശുദ്ധ വചനമാണ്. ഈശോ അരുളി ചെയ്തു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കുവാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ നമ്മുടെ മോചകനാണ്. സകല കെട്ടുകളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്ന നമ്മുടെ ദൈവം. അടിച്ചമർത്തപ്പെട്ട പിശാചിനാൽ അടിച്ചമർത്തപ്പെട്ട അവസ്ഥകൾ, ബന്ധിതമാക്കപ്പെട്ട അവസ്ഥകൾ, ഊരാക്കുടുക്കിൽ കഴിയുന്നവര്, ബലക്കുറവ്, ആരോ അടിച്ച് തറയിലിട്ടതുപോലെ ഇങ്ങനെ വീണ് കിടക്കുന്നവര്, പണമുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, നന്നായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, പക്ഷെ നന്നായി ജീവിക്കാൻ പറ്റുന്നില്ല, സന്തോഷമില്ല, പിടിച്ചെടുത്ത് കിട്ടുന്നില്ല, മറ്റെന്തോ ഒരരൂപി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, വലിയ ബന്ധനത്തിന്റെ അവസ്ഥയിലൂടെ ലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കടന്നു പോകുന്ന
സങ്കടത്തിന്റെ കയങ്ങളിലേക്ക് വീണു പോകുന്ന അനേകരുണ്ട്. എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളും സത്യത്തിൽ മാനസിക രോഗങ്ങളല്ല. നമ്മൾ മരുന്ന് കഴിക്കേണ്ട രോഗാവസ്ഥയല്ല, അത് ബന്ധനത്തിന്റെ അവസ്ഥയാണ്. വലിയ സങ്കടം, മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. പുറമേ ഇങ്ങനെ മറ്റുള്ളവരെ അഭിനയിച്ച് ചിരിച്ചു കാണിക്കുന്നെങ്കിലും തന്നെ ഇരുന്ന് കരയുക. ഉള്ളിന്റെ ഉള്ളിൽ ആരോടും പറയാൻ പറ്റാത്തതുപോലെ ഇങ്ങനെ വലിയ നെരിപ്പോടാ, വലിയ നീറ്റല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെ ഒരു അടയാളം എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനമാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. മുറിവേറ്റ കരത്താൽ, അവന്റെ ആണിപ്പാടുള്ള കരത്താൽ ശിഷ്യന്മാരെ അവൻ ആശീർവദിച്ചു. എന്നിട്ട് പറഞ്ഞു, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ആത്മാവ, വിടുതലിന്റെ ആത്മാവ, സന്തോഷത്തിന്റെ ആത്മാവ. അകാരണമായ ദുഃഖം, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാ ഇത്ര സങ്കടമെന്ന്. സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെട്ടേക്കാമെന്ന് പലപ്പോഴും തോന്നും. ഒരു യാത്ര ചെയ്താൽ സന്തോഷം കിട്ടുമെന്ന് തോന്നും. നല്ല ഭക്ഷണം കഴിച്ചാൽ സന്തോഷം കിട്ടുമെന്ന് തോന്നും. നല്ല വസ്ത്രം ധരിച്ചാൽ സന്തോഷം കിട്ടുമെന്ന് തോന്നും. മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്രിസിയേഷൻ അവരുടെ ഇടയിൽ സ്വീകരിക്കപ്പെട്ടാൽ സന്തോഷം കിട്ടുമെന്ന് തോന്നും. പക്ഷെ അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുക, നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദമേ, ഞാൻ തേടി അലയുന്ന എൻ്റെ സമാധാനമേ, എൻ്റെ വിടുതലിൻ്റെ സാന്നിധ്യമേ, ഈശോയെ, നീയാണ് സത്യത്തിൽ എൻ്റെ ആത്മാവ് തിരയുന്ന സന്തോഷം, എൻ്റെ ആനന്ദ കാരണം, എൻ്റെ വിമോചകൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ കെട്ടുകളുടെ മേലും ദൈവത്തിൻ്റെ കരം നീളാൻ പോകുന്ന സമയമാണ്. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കെടുത്തുന്നത് എന്തോ അത് പിശാചാണ്. ആനന്ദം കെടുത്തുന്നത് എന്തോ അത് പിശാചാണ്. ദൈവം അനുവദിച്ച സങ്കടം, ഒരുപക്ഷെ കുരിശിന്റെ ഭാരം നമ്മെ നിത്യജീവനിലേക്ക്, ആനന്ദത്തിലേക്ക് നയിക്കും. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കും. അനേകം പേര് ജീവിതം പോലും നശിപ്പിച്ചേക്കാമെന്നുള്ള സങ്കടത്തിന്റെ കയങ്ങളിൽ താണുപോയവരുണ്ട്. ജീവിതത്തിൽ ആനന്ദത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞുപോയി. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്ന് കരുതി അടച്ചിട്ട വാതില് പോലെ ഇരുൾ നിറഞ്ഞ ജീവിതം, പ്രകാശത്തിന്റെ പ്രത്യാശയുടെ ഒരു കിരണം പോലും കടന്നു വരാത്ത തരത്തിൽ അടിപ്പെട്ടു പോകുന്ന ജീവിതം. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? അങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ കുടുംബജീവിതം ഒരു പരാജയമായി കഴിഞ്ഞു. വലിയ ചതിയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല, കരുതൽ ലഭിക്കുന്നില്ല. എൻ്റെ മക്കൾക്കും എന്നെ വേണ്ട, ജീവിത പങ്കാളിക്കും വേണ്ട. ഞാനൊരു അധികപ്പറ്റാണ്, ഞാനൊരു സമ്പൂർണ്ണ പരാജയമായി. കഴിഞ്ഞ കാലങ്ങളിൽ നേട്ടമെന്ന് ഞാൻ കരുതിയതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ വിലമതിക്കാത്ത കാര്യങ്ങളായി തീർന്നു. ഞാൻ ഓടിയത് അവർക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ആവും വിധം ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് ഞാനിതാ ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഉപയോഗശൂന്യമായ ഒരു വസ്തുവിനെ പോലെ പരിഗണിക്കപ്പെടുന്നു. എനിക്കാരുമില്ല, ഈ ഭൂമിയിൽ ഒരു വിലയുമില്ല. മകനെ, മകളെ, നിന്റെ ആത്മാവിന്റെ വില നിശ്ചയിക്കുന്നത് തമ്പുരാനാണ്. നിന്റെ ആത്മാവിന് അവിടുന്ന് ഇട്ടിരിക്കുന്ന വില അവിടുത്തെ ശരീരത്തിന്റെ വിലയാണ്. നിന്റെ ആത്മാവിന് അവിടുന്ന് ഇട്ടിരിക്കുന്ന വില അവിടുത്തെ രക്തത്തിന്റെ വിലയാണ്. നിനക്ക് വേണ്ടി മരിച്ച ദൈവം, നിനക്ക് വേണ്ടി പാടുപീഡകളേറ്റ ദൈവം, നിന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി കുരിശേറിയ ദൈവം, കുരിശിന്റെ അടയാളത്താൽ നിന്റെ കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി,
നിന്റെ മേൽ ദുഷ്ടൻ ചുമത്തിയിരിക്കുന്ന വലിയ നുകം, സങ്കടത്തിന്റെ നുകം എടുത്തു മാറ്റി നിത്യാനന്ദത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി തമ്പുരാൻ നിന്റെ അരികിലുണ്ട്. ഈശോയെ, അമ്മ മാതാവിന്റെ കരം പിടിച്ച് പ്രാർത്ഥിക്കാം. വലിയ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ, അമ്മയുടെ അമലോത്ഭവത്താൽ, അമ്മയുടെ വ്യാകുല ഹൃദയത്തിന്റെ 7 വാളുകളുടെ യോഗ്യതയാൽ, അമ്മയുടെ പാപമേശാത്ത വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ, രക്തസാക്ഷികൾ രക്തം ചിന്തിയ അവരുടെ വിശ്വാസത്തിന്റെ യോഗ്യതയാൽ, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൽ അങ്ങേറ്റ പാടുപീഡകളുടെ യോഗ്യതയാൽ, പിശാചേറെ ഭയപ്പെടുന്ന പരിശുദ്ധ കുരിശിന്റെ സംരക്ഷണത്താൽ, അവൻ മാനവരാശിയെ കുടിപ്പിക്കാൻ കരുതി വെച്ചിരിക്കുന്ന അവന്റെ ചതിയുടെ വിഷം അവൻ തന്നെ കുടിക്കട്ടെ. നിത്യനരകാഗ്നിയിലേക്ക് അവൻ ഓടിപ്പോകട്ടെ. അവൻ എന്നേക്കുമായി പാതാളത്തിലേക്ക്, നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റേ, വിശുദ്ധ പാതിരെ പിയോയെ, മദർ മറിയന്ത്രേസ്യായെ, എവുപ്രാസ്യാമയെ, കൊച്ചിത്രേസ്യായെ, സകല വിശുദ്ധരുമേ, വിശുദ്ധ ഗീവർഗീസേ, ഞങ്ങൾ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാരെ ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ പാടുന്ന ഈ ഗാനത്തിന്റെ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും വലിയ വിടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ തമ്പുരാൻ ഇടപെടാൻ പോകുന്ന സമയമാണ്. ഒരു സെൽഫ് ഡെലിവറൻസ് നടക്കണം. നമ്മളാൽ തന്നെ പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും നമ്മൾ വെറുത്തുപേക്ഷിക്കണം. ഇതൊരു മാജിക്കല്ല. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. എനിക്ക് പിശാചിനെ വേണ്ട, അവന്റെ ആഡംബരങ്ങൾ വേണ്ട, അവന്റെ സുഖം വേണ്ട, അവൻ നൽകുന്ന നൈമിഷികമായ ആനന്ദം വേണ്ട. എനിക്ക് നിത്യാനന്ദം വേണം. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങയുടെ സാമീപ്യം വേണം. എനിക്ക് യഥാർത്ഥ വിടുതൽ വേണം. എൻ്റെ സമഗ്ര വിമോചകനായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് വലിയ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാം. അന്ധകാരമേ, ബന്ധനങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ വിട്ടുപോവുക. എന്റെ മേൽ, അന്ധകാരമേ, എന്റെ മക്കളുടെ മേൽ, ബന്ധനങ്ങളെ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ, യേശുവിൻ എന്റെ സ്വത്തുവകകളുടെ മേൽ വിട്ടുപോവുക. കൃപ കടന്നു വരുന്നതിന് തടസ്സമായിട്ടുള്ള സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും, കൃപയുടെ വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യേശു നാമത്തിൽ, അവിടുത്തെ പരിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന്റെ യോഗ്യതയാൽ ഈ സമയം തുറക്കപ്പെടട്ടെ. വലിയ വിടുതൽ, സമാധാനം, സന്തോഷം കുടുംബ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിറങ്ങി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യർക്കുമേൽ ആവസിച്ചു വ്യാപരിക്കട്ടെ. വിടുതലിന്റെ ആത്മാവ് നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കുടുംബത്തിന്റെ അകത്തളത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിറകടിച്ചിറങ്ങുന്ന സമയമാണ്. നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ രൂപതയിലേക്ക്, തിരുസഭയിലേക്ക്, ലോകം മുഴുവനിലേക്ക് പരിശുദ്ധാത്മശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വലിയ വിടുതൽ സംഭവിക്കുന്നതിനായി തമ്പുരാനെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ കുത്തി തുറക്കപ്പെട്ട വെരിമാറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധാത്മാവ്, നോഹയുടെ പെട്ടകം പോലെ ദൈവമേ, അങ്ങയുടെ തിരുവിലാവ് ഞങ്ങൾക്കായി തുറക്കപ്പെട്ടുവല്ലോ. അങ്ങയുടെ തിരുമുറിവിൽ ഞങ്ങൾ അഭയപ്പെടുന്നു. ഞങ്ങൾക്ക് വിടുതൽ സംഭവിക്കട്ടെ. പിശാചിന്റെ കോട്ടകൾ തകർന്നടിയട്ടെ. ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. ഞങ്ങൾക്ക് വലിയ ആനന്ദം സംഭവിക്കട്ടെ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു. യേശുനാമത്തിൽ അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചു. അവിടുത്തെ പരിശുദ്ധ കരത്താൽ അടിമകൾ ക്രിസ്തുവിൽ
സ്വതന്ത്രരായി യേശുനാമത്തിൽ പുതുവത്സരത്തിൻ ഓരം മുഴങ്ങിയല്ലോ. വലിയ വിടുതൽ, ഒരു പുതിയ വത്സരം കടന്നു വരുന്നു. സംഭവിക്കട്ടെ, ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സന്നിവേശിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളിലും, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നടത്തുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കൃപ വ്യാപരിക്കട്ടെ യേശുനാമത്തിൽ. In the mighty name of Jesus, let there be healing and deliverance. ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ, യേശുനാമത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ദുഷ്ടാരൂപിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിട്ടുമാറി പോകുന്നതിന് വേണ്ടി വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നവർ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ കരത്തിന്റെ ശക്തിയാൽ യേശുനാമത്തിൽ അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് ഞങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ, തകരട്ടെ. സാത്താന്റെ കോട്ടകൾ തകർന്നടിയുന്ന സമയം, പിശാചുക്കൾ ഭയന്നോടുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വത്തുക്കളിൽ നിന്ന്, നമ്മുടെ എല്ലാ സംരംഭങ്ങളിൽ നിന്ന് പിശാചിത പിന്മാറുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. സംഭവിക്കട്ടെ യേശുനാമത്തിൽ, യേശു രക്തത്തിൽ സംഭവിക്കട്ടെ. യേശുവോ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, വിളിച്ച് പ്രാർത്ഥിച്ചേ, യാചിച്ച് പ്രാർത്ഥിച്ചേ, അമ്മ മാതാവിന്റെ കരം പിടിച്ച് പ്രാർത്ഥിച്ചേ. സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, വീണ്ടെടുപ്പ് സംഭവിക്കട്ടെ. In the mighty name of Jesus, let there be healing and deliverance. സൗഖ്യം സംഭവിക്കട്ടെ, അകാരണമായ ദുഃഖങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ, ദൈവം അനുവദിക്കാത്ത പീഡകൾ വിട്ടുമാറിപ്പോകട്ടെ, കർത്താവ് മനസ്സാകാത്ത തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ, കൃപയുടെ വാതിലുകൾ in the mighty name of Jesus സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശ്വാസം എന്നാൽ സമർപ്പണമാണ്. വിശ്വാസം എന്നാൽ വിട്ടുകൊടുക്കലാണ്. വിശ്വസിക്കുക എന്നാൽ ദൈവം പറഞ്ഞത് നിറവേറുമെന്നുള്ള ഉറപ്പാണ്. അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവനിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുന്ന് വാഗ്ദാനം ചെയ്ത വിടുതലിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുന്ന് വാഗ്ദാനം ചെയ്ത സൗഖ്യത്തിൽ നമുക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെടരുത്, അസ്വസ്ഥമാകേണ്ട, സങ്കടപ്പെടേണ്ട, തകരേണ്ട. മുട്ടുകൾ മടക്കി ഈശോ കരം നീട്ടുന്ന ഈ സമയം നമുക്ക് എളിമയോടെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ എൻ്റെ ഈശോ എൻ്റെ ഈശോ എനിക്കെല്ലാമെല്ലാം എൻ്റെ ഈശോ എൻ്റെ ഈശോ എൻ്റെ ഈശോ എനിക്കെല്ലാമെല്ലാം എൻ്റെ